ഗ്ലൈക്കോളിക് ആസിഡ് അഥവാ AHA. ഈ സാധനം എന്ന് വെച്ചാൽ നമുക്ക് 2% കിട്ടും, പിന്നെ 5%-ന് എബോ ആയിട്ട് 7% വരെയും കിട്ടും. അപ്പോൾ ഇത് 7 to 8% വരെ മെയിനായിട്ട് നോർമലി നോൺ പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ 2% ആണ് ഈ പിഗ്മെന്റേഷൻ മാറ്റാൻ നല്ലൊരു ഓപ്ഷനാണ്. മാത്രമല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇത് കൂടുതലും സെറത്തിന്റെ ഫോമിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ചില ക്രീമുകളിലും ഗ്ലൈക്കോളിക് ആസിഡ് കാണും, അത് 2% ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ 5%-ന് എബോ ഉള്ള ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ, അതായത് നമ്മൾ ടോണറിന്റെ ഫോമിലും സെറത്തിന്റെ ഫോമിലും 5%-ന്റെ എബോ കിട്ടുകയാണെങ്കിൽ, ഇത് എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടറും കൂടെ വരുന്നത് കൊണ്ട്, അതായത് നമ്മുടെ ഡെഡ് സ്കിന്നും കൂടെ റിമൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. വീക്കിലി 1 or 2 മാക്സിമം യൂസ് ചെയ്യാം. കൂടാതെ സെൻസിറ്റീവ് സ്കിൻ, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 7% പ്രഗ്നൻസി സേഫ് ആണ്, ബട്ട് സ്റ്റിൽ നമ്മൾ ലാക്റ്റിക് ആസിഡ് യൂസ് ചെയ്യാൻ പറയും. പക്ഷേ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻസിറ്റീവ് സ്കിൻ ആണ്, സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ടിരിക്കുന്ന ആളാണ്, എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണ്, നിങ്ങൾക്ക് ചില സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിൽ ചെറുതായിട്ട് ഇറിറ്റേഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. കൂടാതെ ഇതിനകത്ത് എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ 5%-ന് എബോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നൈറ്റ്ലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വിറ്റാമിൻ സി സിറം ടോണർ, സാലിസിലിക് ആസിഡിന്റെ സിറം ടോണർ, ലാക്റ്റിക് ആസിഡിന്റെ സിറം ടോണർ, അതുപോലെ തന്നെ മെന്റലിക് ആസിഡിന്റെ സിറം ടോണർ, റെറ്റിനോൾ, ബെൻസോയിൽ പെറോക്സൈഡ്, പിന്നെ ക്രീം, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലൈക്കോളിക് ആസിഡ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെക്ക്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.